ഹായ് ഹലോ. നമ്മളിതാ ഈ ഒരു ഐലൻഡിലേക്കാണ് വന്നത്. ട്രിവാൻഡ്രത്ത് പൂവാർ ഐലൻഡ് എന്ന് പറയും. അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. ഈ ഒരു കായലിലൂടെയുള്ള ബോട്ട് യാത്രയ്ക്കാണ് ഞങ്ങൾ ഇത്രയും ദൂരം വന്നത്. അത് ഒരു പാക്കേജാണ്. നമുക്ക് അവർ അവിടെ എത്തിയപ്പം തന്നെ പാക്കേജൊക്കെ പരിചയപ്പെടുത്തി തരികയാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു പാക്കേജ് സെലക്ട് ചെയ്തു. നമ്മളൊരു ബോട്ട് എടുത്തു. നല്ല അടിപൊളി പുതിയ ബോട്ടാണ് കേട്ടോ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് ബോട്ട് ഓടിക്കാൻ ഒരു പയ്യനും ഉണ്ടായിരുന്നു. അവർ നമ്മളെ 2 മണിക്കൂർ ഈ ബോട്ടിൽ യാത്ര ചെയ്ത് മറ്റൊരു ദ്വീപിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ ഒരുപാട് ബീച്ചുണ്ട്, പിന്നെ റിസോർട്ട്സ്, പിന്നെ കുറേ റെസ്റ്റോറൻറ്റ്, എന്തൊക്കെയോ നമുക്ക് കാണാനുണ്ട്. അതൊക്കെ കാണുന്നത് നമ്മളെടുക്കുന്ന പാക്കേജിൻ്റെ ഇതിനനുസരിച്ചാണ്. നമ്മളെടുത്ത പാക്കേജിൽ ബീച്ച് ഉണ്ടായിരുന്നു, പക്ഷേ റിസോർട്ടൊന്നും നമ്മൾ ചൂസ് ചെയ്തില്ല. അത്രയും ടൈമും ഇല്ലായിരുന്നു നമ്മളെ കയ്യിൽ. ഇന്നൊരു ദിവസം മാത്രമേ ഇനിയുള്ളൂ. ഇനിയും നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകണമല്ലോ. അപ്പോൾ ഈ ഒരു ദിവസം കുറഞ്ഞ സമയത്ത് കാണാനുള്ള രീതിയിലാണ് നമ്മളൊരു പാക്കേജ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആ പയ്യൻ നമുക്ക് ഒരുപാട് വീഡിയോസൊക്കെ എടുത്ത് തന്നു കേട്ടോ. ആ ബോട്ടിലുണ്ടായിരുന്ന നമ്മളും നമുക്ക് കഴിയും പോലെ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് ഒരുപാട് വീഡിയോസ് എടുത്തിട്ടുണ്ട്. ഈ സ്ഥലം കാണാൻ എന്തൊരു ഭംഗിയാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഞാനും ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു യാത്ര ചെയ്യുന്നത്. ബോട്ടിലൊക്കെ ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ കണ്ടു പോയിട്ടുണ്ടെന്നല്ലാതെ ഇങ്ങനെ കായലിൻ്റെ നടുക്കിലൂടെയൊക്കെ സഞ്ചരിച്ച്, പിന്നെ അതൊന്നുമല്ല കേട്ടോ രസം കാണാൻ. കായലിൽ നമ്മൾ കുറേ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഷൂട്ടിംഗ് പോയിൻ്റൊക്കെ ഉണ്ട്. നമ്മൾ ഒരുപാട് സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ കേട്ടോ. ഇത് എന്താ പറയുക, എത്രയോ സിനിമയിൽ ഈ സ്ഥലങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ആ പയ്യൻ്റെ അടുത്ത് തന്നെ ചോദിച്ചു ഇത് ഏതൊക്കെ ഫിലിമിലുണ്ട്. അവന് വിരലിലുണ്ടാവുന്ന അത്രയും നമുക്ക് പറഞ്ഞു തന്ന്. പിന്നെ എന്താ, ഈ ഇതിലിങ്ങനെ പോയിട്ട് നമ്മൾ എത്തുന്നത് പിന്നെ കടലിൻ്റെ അടുത്തേക്കാണ്. അപ്പം ബീച്ചും ഈ കടലും കായലും കൂടെ ചേരുന്ന സ്ഥലമുണ്ട്, പിന്നെ കടലും പുഴയും കൂടെ ചേരുന്ന സ്ഥലം. ഇതെല്ലാം നമ്മൾ ഈ യാത്രയിൽ ആസ്വദിക്കുന്നുണ്ടെന്ന് മാത്രമല്ല, നമുക്ക് എന്താ പറയുക, ഇതുവരെ കാണാത്ത ഓരോ പുതിയ പുതിയ കാഴ്ചകളാണ് ഈ കായലിലൂടെയുള്ള യാത്ര നമുക്ക് തന്നത്. അതുമാത്രമല്ല, ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് എല്ലാവർക്കും ഇതുപോലെ ആസ്വദിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ചില സമയത്ത് അവിടെ നല്ല മഴയായിരിക്കും, ചില സമയത്ത് നല്ല വെയിലായിരിക്കും. പക്ഷേ ഞങ്ങൾക്ക് ഇത് രണ്ടും കിട്ടിയിട്ടില്ല. ഒരു നല്ലൊരു തണുത്തൊരു കാലാവസ്ഥ, മഴയും ഇല്ല വെയിലും ഇല്ല. നമ്മൾ പോണ വഴിയിലൊക്കെ ഇങ്ങനെ ബോട്ടിലൊക്കെ ഓരോ ചേട്ടന്മാർ ഓരോ സാധനങ്ങൾ വിൽക്കുന്നുണ്ടാവും. ഇളനീര്, പിന്നെ നമുക്ക് കഴിക്കാൻ ഉപ്പിലിട്ട സാധനങ്ങൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവർ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ഒന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല. നമ്മളൊന്നും സൈഡാക്കി നിർത്തിയിട്ട് വേണ്ട എന്ന് പറഞ്ഞു. നമുക്ക് നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ. വെള്ളത്തിലല്ലേ ഇങ്ങനെ യാത്ര ചെയ്യുന്നത്, ചെറിയ പേടി എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അങ്ങനെ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് നമ്മൾ എത്തുന്ന ഒരു ബീച്ചിലാണ്.